ഹലോ ഫ്രണ്ട്സ്, ദ വോമം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിതാ ഈ ഒരു സ്ലിംഗ് ബാഗ് ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയലായിട്ടോ വന്നിരിക്കുന്നത്. തുടങ്ങിയാലോ? ഇതിന് ഞാൻ ഈ ഒരു മേഴ്സഡൈസ്ഡ് യാണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ എപ്പോഴത്തെയും പോലെ നോട്ടിട്ട് തുടങ്ങണം. ദാ ഇതുപോലെ. പിന്നീട് 24 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. ഇതാ 24 ചെയിൻ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ കൊടുക്കണം. 1 2. ഇനിയുള്ള ഓരോ സ്റ്റിച്ചുകളിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ വീതം അവസാനം വരെ കൊടുക്കുക. ഇങ്ങനെ ഓരോ സ്റ്റിച്ചുകളിലും സിംഗിൾ ക്രോഷേ കൊടുത്തു കഴിഞ്ഞാൽ ദാ ലാസ്റ്റ് സ്റ്റിച്ചിൽ 3 സിംഗിൾ ക്രോഷേ കൊടുക്കുക. 1 2 3. ഇനി ഇതുപോലെ തന്നെ തൊട്ടടുത്ത സൈഡിലും ഓരോ സ്റ്റിച്ചുകളിലും സിംഗിൾ ക്രോഷേ കൊടുക്കണം. ഈ ഒരു സൈഡിൽ സിംഗിൾ ക്രോഷേ കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിട്ടുവെച്ചിട്ടുള്ള യാണിൻ്റെ എൻഡും ചേർത്ത് വേണം സിംഗിൾ ക്രോഷേ കൊടുക്കാൻ. അവസാനത്തെ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ കൊടുത്തതിന് ശേഷം ആദ്യത്തെ സിംഗിൾ ക്രോഷയിലോട്ട് നമ്മൾ ഇതാ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്ലിംഗ് പൗച്ചിൻ്റെ ബേസ്. ഇനി റോ 1 ചെയ്യാം. ആദ്യം തന്നെ 5 ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം. പിന്നീട് അതേ സ്റ്റിച്ചിലോട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. ഇനി 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം 4ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ, 2 ചെയിൻ, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ കൊടുക്കണം. ഈ ഒരു റോ നിറച്ച് ഇതേ സ്റ്റെപ്പ് തുടരുക. അതായത് 3 ചെയിൻ സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷേ. അവസാനം വരെ ഇത് തന്നെ തുടരുക. ഏറ്റവും ഒടുവിൽ നമ്മൾ ആദ്യം കൊടുത്ത 5 ചെയിൻ സ്റ്റിച്ചിലെ 3ാമത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതാ അവസാനം നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും. ഇനി രണ്ടാമത്തെ റോ. ആദ്യം തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച്. പിന്നീട് ആദ്യത്തെ റോയിലെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് ഓർമ്മയില്ലേ, ദാ ഈ കാണുന്നത്, അതിലോട്ട് നമ്മളൊരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ എന്താണെന്ന് അറിയാത്തവർക്കായി പറഞ്ഞു തരാം. ആദ്യം തന്നെ യാണൊന്ന് കുരുക്കി നമ്മുടെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചില്ലേ, ദാ ഇതിനടിയിലൂടെ ഹുക്കിട്ട് യാണിനെ കുരുക്കി വലിച്ച് യാണിനെ കുരുക്കി 2 ലൂപ്പ്, വീണ്ടും യാണിനെ കുരുക്കി 2 ലൂപ്പ്. ഇതാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ. ഇനി നമ്മൾ ഈ കാണുന്ന വി റീജിയണിലോട്ട് 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷേ ചെയ്യണം. മൂന്ന് ഡബിൾ ക്രോഷേ ഇതാ കഴിഞ്ഞു. അടുത്തത് ഒരു ചെയിൻ കൊടുത്തു, വീണ്ടും 3 ഡബിൾ ക്രോഷേ. ആദ്യത്തെ റോയിലെ വി ഗ്യാപ്പിലോട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതായത് 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷേ.
ഇനി ഈ കാണുന്ന ഡബിൾ ക്രോഷയിലൂടെയും തൊട്ടടുത്തുള്ള ഡബിൾ ക്രോഷയിലൂടെയും നമ്മൾ 2 ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ടുഗെദർ ചെയ്യണം. അതായത് യാൺ കുരുക്കി ആദ്യത്തെ ഡബിൾ ക്രോഷയുടെ ഉള്ളിലൂടെ പോയി യാൺ കുരുക്കി വലിച്ച് 2 ലൂപ്പിനുള്ളിലൂടെ മാത്രം യാണിനെ വലിക്കുക. വീണ്ടും തൊട്ടടുത്തുള്ള ഡബിൾ ക്രോഷയുടെ ഉള്ളിലൂടെ ഇതുപോലെ യാൺ കുരുക്കി ഉള്ളിലൂടെ പോയി കുരുക്കി വലിച്ച് 2 ലൂപ്പിനുള്ളിലൂടെ യാൺ കുരുക്കി വലിക്കണം. പിന്നീട് നമ്മുടെ ഹുക്കിന് മേലെ 3 ലൂപ്പ് ഉണ്ടാവും, അതിനുള്ളിലൂടെ ഒന്നിച്ച് വലിക്കുക. ഇതാണ് 2 ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ടുഗെദർ എന്ന് പറയുന്നത്. ഇനി ഈ കാണുന്ന വി ഗ്യാപ്പിലോട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 3 ഡബിൾ ക്രോഷേ 1 ചെയിൻ 3 ഡബിൾ ക്രോഷേ ഇതേ സ്റ്റെപ്പ് അവസാനം വരെ നമ്മൾ തുടരണം. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ ടുഗെദർ മനസ്സിലാവാത്തവർക്കായി ഒന്നുകൂടെ കാണിച്ചിട്ടുണ്ട്. ഓരോ വി ഗ്യാപ്പുകളുടെ ഇടയിലും 3 ഡബിൾ ക്രോഷേ 1 ചെയിൻ 3 ഡബിൾ ക്രോഷേ, വി ഗ്യാപ്പ് കഴിയുന്നിടത്ത് 2 പോസ്റ്റ് ഡബിൾ ക്രോഷേ ടുഗെദർ. ഇത് ഈ രണ്ടാമത്തെ റോ മുഴുവൻ തുടരുക. ഈ റോയുടെ അവസാനം 1 ഡബിൾ ക്രോഷേ മാത്രം ബാക്കിയാവുന്നിടത്ത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ അൺഫിനിഷ്ഡ് ആയിട്ട് വേണം ചെയ്യാൻ. അതായത് ഇതുപോലെ ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത് 2 ലൂപ്പിനുള്ളിലൂടെ മാത്രം വലിച്ച് നമ്മുടെ ആദ്യം കൊടുത്തിരുന്ന ചെയിൻ സ്റ്റിച്ചില്ലേ അതിനുള്ളിലൂടെ കടത്തിവിട്ട് യാൺ കുരുക്കി വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. ഹുക്കിന് മേലെ അതിലൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ റോ ഫിനിഷായി. ഈ ഒരു പെറ്റൽ പോലെ ഇരിക്കുന്ന ഭാഗം 12 എണ്ണം കിട്ടും. ഇനി റോ 3. ഈ താഴെ കാണുന്ന റോ 2-ലെ 1 ചെയിൻ ഗ്യാപ്പ് ഇല്ലേ അതെത്തുന്നത് വരെ നമ്മൾ ഓരോ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇതുപോലെ 1 2 3 4 4 എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോർഷനിലെത്താൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു പോർഷനിൽ 5 ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഈ 5 ചെയിൻ സ്റ്റിച്ചിലെ ആദ്യത്തെ 3 ചെയിൻ ആദ്യത്തെ ഡബിൾ ക്രോഷേ ആയിട്ടും 2 ചെയിൻ ഗ്യാപ്പായിട്ടുമാണ് കൂട്ടുന്നത്. ഇതേ ഗ്യാപ്പിലോട്ട് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നീട് തൊട്ടടുത്ത പെറ്റലിൽ കാണുന്ന ഈ 1 ചെയിൻ ഗ്യാപ്പില്ലേ അതിലോട്ട് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ 2 ചെയിൻ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. ഇതുപോലെ റോ 3-ൽ നമ്മൾ റോ 2-ലെ ഓരോ ചെയിൻ ഗ്യാപ്പിലേക്കും 1 ഡബിൾ ക്രോഷേ 2 ചെയിൻ 1 ഡബിൾ ക്രോഷേ ചെയ്യണം. എല്ലാ 1 ചെയിൻ ഗ്യാപ്പിലേക്കും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് തുടർന്ന് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്കിതുപോലെ കിട്ടും. ഇനി ആദ്യത്തെ 5 ചെയിൻ സ്റ്റിച്ചിലെ മൂന്നാമത്തെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി റോ 4 ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും നമ്മൾ റോ 2-ലെ സ്റ്റെപ്പുകൾ തുടരണം. ഇനിയുള്ള ഓരോ റോയിലും റോ 2-ഉം റോ 3-യും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ പൗച്ചിന് എത്ര നീളമാണോ വേണ്ടത് ആ നീളം ലഭിക്കുന്നത് വരെ. റോ 2-ഉം റോ 3-യും റിപ്പീറ്റഡായി ചെയ്തതിന് ശേഷം എൻ്റെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ റോ കംപ്ലീറ്റ് ചെയ്യാനായി ഞാനിതാ ഈ ഒരു ഡബിൾ ക്രോഷേയുടെ ഉള്ളിലൂടെ അൺഫിനിഷ്ഡ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷയാണ് കൊടുക്കുന്നത്. നമ്മൾ റോ 2 എങ്ങനെയാണോ കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ടുള്ള സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മേലെയുള്ള 1 ചെയിൻ ഗ്യാപ്പിലോട്ട് എത്തുന്നത് വരെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് എക്സ്ട്രാ യാൺ കട്ട് ചെയ്ത് ഫാസ്റ്റൺ ഓഫ് ചെയ്യുക. ഇനി എക്സ്ട്രാ വരുന്ന യാൺ ഇതുപോലെ പിന്നിലുള്ള സ്റ്റിച്ചുകളിലുള്ളിൽ ഹൈഡ് ചെയ്ത് വെക്കുക. ഇനി ഈ സ്ലിംഗ് ബാഗിന് നമുക്കൊരു സ്ട്രാപ്പ് കൊടുക്കാം. ഇവിടെ ഞാൻ ചെയിൻ സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ളൊരു സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിന് വേണമെങ്കിൽ ചെയിൻ സ്ട്രാപ്പോ അല്ലെങ്കിൽ ബീഡ് സ്ട്രാപ്പോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഈ ഒരു ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ടിപ്സിനും ട്യൂട്ടോറിയൽസിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.